ഉള്ള സത്യം മുഴുവൻ തുറന്നു പറഞ്ഞ് മാർക്ക് സാക്ഷിയില്ല ആവാൻ. മന്ത്രിയായിരുന്നു, വെറുതെ പേടിപ്പിച്ചു കളഞ്ഞു. ബില്ല് ഇതുവരെ അടച്ചില്ലേ? ബില്ലടച്ചു കഴിഞ്ഞ് ഈ ഡ്രസ് ഇടണം. ഇന്ന് കൊറേ കേസുള്ളതാ. സഹകളെ, എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാടിന് വേണ്ടത് സോളാർ ആയിരുന്നില്ല. റഷ്യയും ചൈനയും ഒക്കെ ഈ രീതിയിൽ എത്തി നിൽക്കുന്നത് ഈ സോളാർ ഉണ്ടായിട്ടാണോ? ആണോ? തുടങ്ങി. ഇതായി സഖാക്കന്മാരുടെ കുഴപ്പം. 4 ആൾ ഒരുമിച്ച് കൂടിയാ അപ്പൊ അതവരുടെ കുടുംബയോഗമാക്കി മാറ്റി. പറഞ്ഞോട്ടെ പ്രസിഡന്റ്, അല്ലെങ്കിൽ ഗാന്ധി കിണറിന്റെ സ്വാതന്ത്ര്യ കഥ കേൾക്കേണ്ടി വരും. ബാബുമോനെ ഒന്ന് വിളിക്കാൻ പാടില്ലായിരുന്നു. ഇതൊന്ന് പേടക്കാണ്ട് അവിടെ നിക്കടോ. ഞാൻ എന്റെ കിറ്റ് ഇന്ത്യ സമരത്തിന്റെ കഥ പറഞ്ഞ് കഴിയുമ്പോഴേക്ക് ഓമ്പടി എത്തും അല്ലേ പ്രസിഡന്റ്? അച്ഛൻ ഇപ്രാവശ്യം നമ്മളെ പറ്റിക്കോ? ഒന്നാ വെച്ചേരും മിണ്ടാണ്ടിക്ക്. എന്തായാലും ഗോവിന്ദാരെ, നിങ്ങൾ ബാബുമോനെ ഒന്ന് വിളിക്ക്. കാര്യം എന്താണെന്ന് അറിയാലോ? അറിയാലോ. അതെ, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഈ വീടും പറമ്പും വാങ്ങാനുള്ള പണമാണിത്. റെഡി ക്യാഷ് കച്ചവടം. നിങ്ങൾ എല്ലാവരുടെയും പൈസ ഇന്ന് തന്നെ ഞാൻ സെറ്റിൽ ചെയ്യും. എന്താ പോരെ? വീട്ടിന്നാ നിന്റെ അമ്മാവനാ? അയ്യോ എടുക്കണ്ട, ഇപ്പൊ അവിടെ ആള് കൂടിയിട്ടുണ്ടോ? നീ അന്ന് അത്തൊല്ലൊന്ന് വിളിച്ചേ. വിളിക്ക്. ആ വീടും പറമ്പും പോയി മോനെ. ഹലോ അപ്പോട്ടാ, പേടിക്കാനൊന്നുമില്ല, ഞാൻ സേഫാണ്. മാക്സിമം 20 മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും. ഓക്കേ. ഹലോ ജാൻസി. ചേട്ടത്തി, നീ റോസ്മോളെ റെഡിയാക്കിക്കോ. അരമണിക്കൂറിൽ അപ്പൊ പണമായിട്ട് എത്തും. ശരി ചേട്ടത്തി. മോളെ വേഗം റെഡിയാവ്. മാതാവേ. ഹലോ, കിട്ടിയോ? ശരി മോനെ. അതെ, ബാബുമോൻ പണായിട്ട് ഇപ്പൊ വരും. അവനെ എന്റെ മരുമോനാ. അവൻ പറഞ്ഞ അച്ചട്ടാ മാപ്പിളെ. അങ്ങനെ എന്റെ വീടും പറമ്പും കണ്ട് താൻ പനിക്കണ്ട. അത്തോലിയാണേ. ഹലോ, എപ്പോ എവിടെ വെച്ച്? ഞങ്ങൾ എപ്പോ അങ്ങോട്ട് എത്താം? എടാ നത്തോലിയ, അവൻ ആരോ അടിച്ചിട്ട് കാശൊക്കെ എടുത്തോണ്ട് പോയിന്ന്. അമ്മച്ചി ഇവിടെ തന്നെ നിന്നോ, ഞങ്ങൾ പോയിട്ട് വക്കന്ന് വരാം. ഞാനൊന്ന് മൂത്രമൊഴിക്കട്ടെ. ആദ്യം കാശ്, എന്നിട്ട് മൂത്രം. വണ്ടി നമ്മന്റെ ഈ കാശിന്റെ ഇടപാട് നിനക്കല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയൂടാ? കൂട്ടം കൂട്ടുന്നത് റോയിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാവില്ലെന്ന്. അപ്പോട്ട ഞാൻ വേറെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. വെള്ളത്തിന്റെ മൂപ്പില് നീ ആരോടെങ്കിലും പറഞ്ഞോടാ തൂമേ? പിന്നെ ബാറിൽ വെച്ച് എന്താണ്ടാ? 6 കോടി ഇവന്മാര് എന്നെ തീർക്കാനാ എന്തോ. എന്നോട് എണ്ണാൻ പറഞ്ഞ ഞാൻ എണ്ണാൻ കൂട്ടാക്കത്തില്ല. 7ാം ക്ലാസ് വരെ പഠിച്ചോ എങ്ങനെ എണ്ണാനാണ്? ഞാൻ എയർപോർട്ടിൽ ചെന്ന് റോയ് സാറിന് നിന്ന് പണം മേടിച്ച് അവന്മാർ കൊണ്ടു കൊടുക്കും, അല്ലാതെ ഞാൻ എണ്ണാൻ നിക്കത്തില്ല. എന്താണ് ഇത്ര വലിയ തമാശ? ഞങ്ങളോട് കേക്കട്ടെ. ഈ തമാശ കീരിയും ചിരിക്കും. 6 കോടി അവർക്ക് എണ്ണ അറിയത്തില്ല.
നത്തോലി നീ തുമ്മുന്ന് അമ്മച്ചിയെ ബംഗ്ലാവിൽ നിന്ന് കൂട്ടിട്ട് റോയിന്റെ അടുത്ത് കൊണ്ടാക്കോ. ചോപ്ര നത്തോലി ആ കീരിപ്പ് എവിടെ ഉണ്ടാ? ഇത് എന്റെ തല്ലരുത്. പണം എന്റെ ഇല്ല. ഞങ്ങൾക്ക് നോക്കൂലും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കാശവിട പന്നി. അയ്യങ്കാരുടെ കയ്യിൽ. അയ്യങ്കാരെ കാണാൻ പോലും സാറന്മാർക്ക് കഴിയില്ല. ചോപ്ര അക്ക 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 ഈ തത്തമംഗലം നാരായണസ്വാമി അയ്യങ്കാരുടെ വീട് ഏതാണ്? ஐயோ அந்த ஐயங்கார் பேர் சொல்லி யாரும் கூப்பிடப்படாது. இந்த அக்ரஹாரம் முழுசும் அவரோட தாக்கும். അയ്യങ്കാരെ കൂപ്പിടക്കടക്കട കൂപ്പിടക്കടാത്. വീട് എവിടെയാന്ന് പറയുന്നു. நேரா போய் லெஃப்ட் திரும்பினா ரெண்டாவது வீடாக்கும். வாங்க வாங்க. ஊருக்கு புதுசா? ஆமா ஆமா ஆமா. நாங்க வந்தது எல்லாம் கீறி சொல்லியாச்சு. ஓ எவ்வளவு தைரியம் இருந்தா ஏன் கோட்டைக்குள்ளேயே கால் எடுத்து வச்சிருப்பீங்க? அப்படியல்ல. சரி சரி, அவ்வளவு தைரியம் இருந்தா வரட்டும் தான் நானும் நினைச்சேன். தம்பி, இந்த கிராமத்துக்குள்ள நீங்க நுழைஞ்சதே எனக்கும் தெரிஞ்சுதான்டா. சரி சரி, വന്ന വിഷയത്തെ சொல்லிட்டு കിളമ്പുറ വഴിയെ പാരുங்க. അയ്യങ്കാരെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ടേ, പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. വാലം താവളത്ത് വന്നിട്ട് തത്തമംഗലം നാരായണസ്വാമി അയ്യങ്കാർ ആരാൻ ചോദിച്ചപ്പോ എല്ലാരും പേടിക്കാണേ. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴേ പിഞ്ചി കുഞ്ഞു പോലെയാടാ. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു 6 കോടി രൂപ അയ്യങ്കാരുടെ കയ്യിലുണ്ട് അറിയാം. അത് മേടിച്ചിട്ട് പോവാൻ വേണ്ടി വന്നതാണ്. கவலைப்படாத தம்பி, பணம் என்கிட்டதான் இருக்கு. ஆனா அதுல ஒரு சின்ன பிரச்சனை இருக்கு. அந்த பணத்துல 1 கோடி என் சின்ன தம்பி சண்முகத்திட்ட இருக்கு. இன்னொரு கோடி என் தம்பி அன்புமணிட்ட இருக்கு. இன்னொரு கோடி என் சின்ன தம்பி சிவமணிட்ட இருக்கு. மீதி 3 கோடி தானே என்கிட்ட இருக்கு. அத வச்சுட்டு என்ன பண்ணுவீங்க? ഓ ഭാഗ്യം. 3 കോടി മൂപ്പര കയ്യിൽ തന്നെ ഉണ്ട് പറയണേ. ബാക്കി 3 അനിയന്മാരുടെ കയ്യിലുള്ളത്. എന്നാ മൂപ്പറിന് 3 തരാൻ പറ. കോടി ഇപ്പൊ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വേണ്ടത് 1 കോടി രൂപയാണ്. ബാക്കി ഒരു 10 ലക്ഷം രൂപ ആസ്പത്രിക്ക് വേണം. അത് ഓപ്പറേഷൻ ആണ്, അർജന്റ് ആണ്. ബാക്കി എപ്പോഴാ തരപ്പിട വെച്ചാ അപ്പൊ തന്നാ മതി. അപ്പൊ എന്റെ പൈസയാ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ മൂപ്പര് ഇവിടെ വിട്ടിട്ട് പോവാം. ബാക്കി പണം മൂപ്പര് ഇവിടെ ഇരുന്നിട്ട് മേടിച്ചിട്ട് വന്നോളൂ.